അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനാഘോഷം നടക്കാനിരിക്കുകയാണ്. നാളെയാണ് റബീഉൽ അവ്വൽ 12. അൽഹംദുലില്ലാഹ്, നാളെ നമ്മൾ നമ്മുടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന് കാരണക്കാരനായ ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിന ആഘോഷ പരിപാടി ഓരോ നാടുകളിലും നടക്കുകയാണ്. വളരെ മനോഹരമായ രീതിയിൽ, കാലോചിതമായ രീതിയിലുള്ള പുതിയ സംവിധാനങ്ങളെ നാം ഉൾപ്പെടുത്തിക്കൊണ്ട്, അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, നല്ല മിന്നിത്തിളങ്ങുന്ന മാല ബൾബുകളും അതുപോലെ തന്നെ വർണ്ണാഭമായിട്ടുള്ള അലങ്കാരങ്ങളുമായി കൊണ്ട് ഹബീബായ നബിയുടെ ജന്മത്തിൽ സന്തോഷിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികൾ തയ്യാറായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മദ്രസ കുരുന്നുകളുടെ കൈകളിൽ അൻസാറുകളുടെ പിൻതലമുറക്കാരായ നമ്മുടെ മദ്രസ മക്കളുടെ കൈകളിൽ നിന്ന് ദഫിന്റെ താളം മുഴങ്ങാനിരിക്കുകയാണ്. നാളെയാണ് ആ സുന്ദര സുരഭില നിമിഷം. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിൽ, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഹബീബായ മുത്തുനബിയുടെ 1500-ാം ജന്മദിനാഘോഷം നടത്താൻ, അതിന്റെ ദഫ് പിടിക്കാൻ, അതിന്റെ അലങ്കാരമായിട്ട് കുരുന്നുകളുടെ കൈകളിൽ ദഫ് പിടിക്കാനിരിക്കുന്ന ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പിൽ പ്രിയപ്പെട്ട കുരുന്നുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കളിക്കുന്ന കളിയുണ്ടല്ലോ, അത് മക്കയിൽ നിന്ന് മുത്തുനബി മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് അവിടെ അവർ മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ട്, മുത്തുനബിയുടെ ആഗമനത്തിൽ സന്തോഷിച്ചുകൊണ്ട് അൻസാറുകൾ നടത്തിയ ആ ദഫിന്റെ താളത്തിന്റെ പിന്മുറക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. മുത്തുനബിയുടെ മദഹ് പാടി അൻസാറുകൾ അന്ന് പാടിക്കളിച്ചുവെങ്കിൽ ഇന്ന് നിങ്ങൾക്കാണ് ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ ഒരു ഭാഗ്യമാണ്. ഒരു ദഫ് കളിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി വളരെ റിസ്ക് എടുത്തുകൊണ്ട്, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട്, ഒരു മാസത്തോളം അശ്രാന്ത പരിശ്രമത്തോടുകൂടി വളരെ ജാഗരൂകമായി കൊണ്ട് പഠിച്ചെടുത്ത കളിയുടെ മദഹ് കീർത്തനങ്ങളുടെ അപദാനങ്ങൾക്ക് താളം പകർന്നുകൊണ്ട് നൽകുന്ന കുരുന്നുകളുടെ ഈ താളത്തിന്റെ സൗന്ദര്യമുണ്ടല്ലോ, അത് പ്രപഞ്ചത്തിന്റെ സൗന്ദര്യമാണ്. ആ ദിനം നടക്കുന്ന മനോഹാരിതങ്ങളിൽ ഏറ്റവും റിസ്ക് എടുത്ത് ചെയ്യുന്ന, ഏറ്റവും സമയമെടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ നാടുകളിൽ അലങ്കാരമാലകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊക്കെ 10 ദിവസത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിരിക്കും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും. എന്നാൽ ഈ കുരുന്നുകളുണ്ടല്ലോ, 2 മാസത്തോളം, അതല്ലെങ്കിൽ 1.5 മാസത്തോളം, അതല്ലെങ്കിൽ അറ്റ്ലാസ്റ്റ് 1 മാസത്തോളം കുട്ടികളുടെ അശ്രാന്ത പരിശ്രമത്തോടുകൂടി, വളരെ റിസ്ക് എടുത്തുകൊണ്ട്, താല്പര്യത്തോടുകൂടി കുട്ടികൾ പ്രയാസപ്പെട്ടുകൊണ്ട് പഠിച്ചെടുത്ത മുത്തുനബിയുടെ മദഹിന്റെ താളങ്ങളാണ് നാളെ നമ്മുടെ മക്കൾ അവതരിപ്പിക്കാനിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഓരോ നാടുകളിലും ദഫിന്റെ കുട്ടികളെ നാട്ടുകാർ ആദരിക്കണം. അവരെയാണ് നാം മീലാദ് വേദിയിൽ ഏറ്റവും കൂടുതൽ നാം ആദരിക്കേണ്ടത്. കാരണം മുത്തുനബിയുടെ മീലാദ് വേദികളിൽ അവതരിപ്പിക്കുന്ന കലാപരിപാടികളിൽ ഏറ്റവും ജനശ്രദ്ധയുള്ള പ്രോഗ്രാം ദഫ് കളികളാണ്. ദഫ് കളി മനോഹരമായിക്കൊണ്ട് നടക്കണം. കാലോചിതമായ അപ്ഡേഷൻസിലൂടെ ജനങ്ങളുടെ ഈ വൈവിധ്യമാർന്ന ലോകത്ത്, വൈവിധ്യങ്ങൾ കൊണ്ട് മുറവിളി നടക്കുന്ന ഈ ലോകത്ത് ഇസ്ലാമികമായിട്ടുള്ള കലാരൂപങ്ങൾക്ക് അതിന്റെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ സാധ്യതകളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളിലൂടെ ആ കലാരൂപത്തിന്റെ അപ്ഡേഷൻസ് നടക്കുമ്പോൾ ഇക്കാലവും നിലനിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കലയായിട്ടത് ഇവിടെ നിലനിർത്താൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് കാലോചിതമായിട്ടുള്ള നമ്മുടെ ചിന്താഗതികൾക്കനുസരിച്ചുകൊണ്ട് ബേസിക്കലി ഇസ്ലാമിക പ്ലാറ്റ്ഫോം നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ അപ്ഡേഷൻസ് പ്രവർത്തനങ്ങൾ നമ്മൾ നടക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ദഫ് കളിയുടെ പരിശീലകരാണ്. പരിശീലകന്റെ മികച്ച ആയുധം എന്ന് പറയുന്നത് അവന്റെ മികച്ച ഭാവനയാണ്. ആ മികച്ച ഭാവന കൊണ്ട് അവൻ ആവിഷ്കരിച്ചെടുക്കുന്ന ഈ സ്റ്റെപ്പുകളുടെ വൈവിധ്യമാർന്ന തലങ്ങൾ ഇവിടെ കുട്ടികളിലൂടെ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് ആളുകൾക്ക് അത് ആസ്വദിക്കാൻ കഴിയും. അൽഹംദുലില്ലാഹ്, ഇന്നൊരുപാട് ദഫിന്റെ പ്രവർത്തകരുണ്ട്, ദഫ് കളിക്കുന്ന മക്കളുണ്ട്. അവരൊക്കെ ഭാഗ്യവാന്മാരാണ്. മുത്തുനബിയുടെ ഹബീബിന്റെ ജന്മദിനത്തിന് വേണ്ടി, ഹബീബായ നബിയുടെ ജന്മദിനത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ വളരെ വളരെ വലിയൊരു പ്രവർത്തനമാണ്. ഞാൻ ഒരു പരിശീലകനാണ്. 21-ാമത്തെ വർഷമാണ് ഈ ദഫ് മേഖലയിൽ ഞാൻ പ്രവർത്തിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഈ വർഷത്തിൽ 21 ടീമുമായി കൊണ്ട് മുത്തുനബിയുടെ മീലാദിനെ എനിക്ക് ധന്യമാക്കാൻ സാധിച്ചു. അള്ളാഹു തന്ന ഏറ്റവും വലിയ ഭാഗ്യമാണത്. അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. കാരണം
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായ നബിയുടെ മംഗല്യത്തിൽ സ്വർഗത്തിൽ കുട്ടികൾ ദഫ് മുഴക്കിക്കൊണ്ട് അവരുടെ ആ അവരുടെ ആ ആനന്ദം അവിടെ പ്രകടമാക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദഫിന്റെ താളം വളരെ സൗന്ദര്യമാണ്. അതാണ് ഞാൻ പലപ്പോഴും ചില വരികളിലൊക്കെ ഞാൻ ദഫിന്റെ താളങ്ങളുടെ ശബ്ദത്തെ ഞാൻ എൻ്റെ വരികൾ എൻ്റെ പേനയിലൂടെ ചലിപ്പിക്കാറുണ്ട്. അതൊക്കെ അങ്ങനെ മോയിൻകുട്ടി വൈദ്യരെ ചലിപ്പിച്ചിട്ടുണ്ട്, പല കവികളും അങ്ങനെ ഉണ്ട് ചലിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു മനോഹരമായിട്ടുള്ള വരികളിലെ ആവിഷ്കാരങ്ങളാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അത് വിശദമായിട്ട് മറ്റൊരു വിഷയമാണ്, ഇരിക്കട്ടെ. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത്തെ ഈ ജന്മദിനാഘോഷ പരിപാടി നമ്മുടെ നാടുകളിൽ എത്രത്തോളം നമുക്ക് ബേസിക്കലി നമ്മുടെ ഇസ്ലാമിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ കഴിയണം. വളരെ മനോഹരമാവണം നബിയുടെ ജന്മദിനം. നബിയുടെ ജന്മദിനം വെള്ളിയാഴ്ച വന്നാൽ അത് വെള്ളിയാഴ്ച തന്നെ നടക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ വെള്ളിയാഴ്ചയുണ്ടല്ലോ, അത് 2 പദവി കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാണ്. ഒന്ന്, വെള്ളിയാഴ്ചയുടെ മഹത്വമുള്ള ഒരു ദിവസമാണ്. മറ്റൊന്ന്, പുണ്യ നബിയുടെ മീലാദിന്റെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ദിവസം കൂടിയാണ്. അപ്പൊ ഈ 2 അനുഗ്രഹം കൊണ്ട് ധന്യമായ ആ വെള്ളിയാഴ്ച തന്നെ നമുക്ക് ചിലപ്പോൾ സമയം അങ്ങോട്ട് ഒരു ലേശം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നമുക്കത് ക്രമീകരിക്കേണ്ടി വരും, അത് സ്വാഭാവികം. ആ കാര്യങ്ങളൊക്കെ ചെയ്ത് വെള്ളിയാഴ്ച നടക്കലാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ചിലർ ശനിയാഴ്ച നടത്തുന്നുണ്ട്, വ്യാഴാഴ്ച നടത്തിയവരുണ്ട്, എല്ലാം നല്ലത് തന്നെയാണ്. സ്വാഭാവികമായി ഇങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇരിക്കട്ടെ, ഹബീബായ നബിയുടെ ജന്മദിനത്തിൽ നമ്മുടെ നാട് എത്ര ആഘോഷിക്കുന്നുവോ അത്രയും അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ ഓരോ നാടുകളും ധന്യമാകും, ആ വർഷം ധന്യമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അതായത് ദഫ് കളിക്കുന്ന മദ്രസ കുരുന്നുകൾക്ക് ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന വലിയ പിന്തുണ നൽകിക്കൊണ്ട് ആ കലാരൂപത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി, വ്യാപനത്തിന് വേണ്ടി പ്രിയപ്പെട്ട വിശ്വാസികൾ പ്രവർത്തിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.